ഹായ്, നമസ്കാരം. സബലം ഈ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിന്റിംഗ് പ്രസ് രംഗത്ത് 25 വർഷത്തിലധികമായി ബിസിനസ് ചെയ്യുന്ന ബഷീർ ഫ്രം പൊന്നാനി. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ പ്രിന്റിംഗ്, സൈനേജസ്. ഡിജിറ്റൽ പ്രിന്റിങ്ങിൽ നമ്മൾ നോർമലി വരുന്നത് ക്വിക്ക് റിക്വയർമെന്റ്സ് ആണ് നമ്മളതിൽ ഇതാക്കുന്നത്. അതുപോലെ ബിസിനസ് കാർഡ്, ലെറ്റർ ഹെഡ്, അതേപോലെ ചെറിയ ബ്രോഷേഴ്സ്, ഫ്ലയർ, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട സംഗതികൾക്ക് അത് നമ്മൾ ഡിജിറ്റൽ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ട്. അതിൽ പെട്ടെന്ന് നമുക്ക് കസ്റ്റമർ വരുന്നു, ജസ്റ്റ് അവർക്ക് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ക്വിക്ക് ഡെലിവറി ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ ഓഫ്സെറ്റ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി റിക്വയർമെന്റ്സ്, ഇതേ ബിസിനസ് കാർഡ്, ലെറ്റർ, അതേപോലെ ഈ നമ്മുടെ ബിൽ ബുക്കുകൾ, ഡെലിവറി നോട്ട്, അങ്ങനെയൊക്കെയുള്ള NCR ബുക്സ്, അങ്ങനെയുള്ള സംഗതികളാണ് മെയിനായിട്ട് നമ്മൾ ഓഫ്സെറ്റിൽ ചെയ്യുന്നത്. അത് അവിടെയും ബ്രോഷേഴ്സ്, ബുക്ക്ലെറ്റ് ഒക്കെ വരാറുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ക്വിക്കാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും നല്ലത്. ചെറിയ ക്വാണ്ടിറ്റി ക്വിക്കായിട്ട് കിട്ടുന്നതാണ്. സൈൻ ബോർഡിന്റെ എൻക്വയറീസ് വരാറുണ്ട്. പിന്നെ എൻഗ്രേവിങ്, അതേപോലെ പിന്നെ പ്രിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതി A to Z സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പേര് ഹെൽപ്പ് ലൈൻ പ്രിന്റിംഗ് പ്രസ്. ഹെൽപ്പ് ലൈൻ പ്രിന്റിംഗ് പ്രസ്. അത് എവിടെയാണ് സ്ഥലം? നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഫരീദ് അബ്ദുൽ അസീസിലായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു മാസമായിട്ട് നമ്മള് ബിൻ മുഹമ്മദിലോട്ട് മാറി. ഇപ്പൊ അതിപ്പോ എല്ലാവർക്കും അറിയാമോ? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ നമ്മള് കൂടുതലും മെയിൽ വഴിയാണ് ഇപ്പൊ കൂടുതൽ അറിയാലോ. ഓൺലൈൻ എന്താണ് എല്ലാവരും മെയിൽ അയക്കുക, നമ്മൾ ഡെലിവറി ചെയ്യാം. അല്ലാണ്ട് കസ്റ്റമേഴ്സ് വരുന്ന സംഗതി വളരെ കുറവാണ്. പിന്നെ ഇത് കൂടാണ്ട് വേറെ വല്ല ബിസിനസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റിലുണ്ട്. അത് ഇവിടെ ഭയങ്കര സാധ്യതയല്ലേ? അതെ, റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഈ ഫിഫയുടെ സമയത്തൊക്കെ കുഴപ്പമില്ലാത്ത. പിന്നെ റിയൽ എസ്റ്റേറ്റ് നമ്മൾ തുടങ്ങി 2010 തന്നെ റിയൽ എസ്റ്റേറ്റും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇവിടുത്തെ സ്വദേശികളിൽ നിന്ന് മേടിക്കുന്നു. മേടിക്കുന്നില്ല, അല്ല മേടിക്കുന്ന റെന്റിന് എടുക്കുന്നു. റെന്റാണ്. അതിലേക്ക് നിങ്ങൾ വേറെ ആൾക്കാരെ റെന്റിന് കൊണ്ടുവരുന്നു. അതെ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കമ്മീഷൻ, ഒരു ചെറിയൊരു കമ്മീഷൻ അല്ല, നമ്മള് കമ്മീഷൻ സെയിലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ലോ അനുസരിച്ച് കത്രികൾ തന്നെ വേണമെന്നിട്ട് പുതിയൊരു ലോ വന്നിട്ടുണ്ട്. ഒരു 1.5 വർഷം മുന്നേ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പ്രോപ്പർട്ടീസ് ലീസിനെടുക്കും, കത്രികളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ കത്രിക കൊണ്ട് കമ്പനികളിൽ നിന്നോ ലീസിനെടുത്തിട്ട് നമ്മളത് പിന്നെ റീറെന്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ആ റീറെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇവരേക്കൊന്ന് എടുക്കുക. എത്ര വർഷമായി ശരിക്കും ഇപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഖത്തറിൽ ശരിക്കും 28 വർഷമായി. 28 വർഷം. ഈ വരുമ്പോ തന്നെ ഈ ബിസിനസ് ആണോ? അല്ല, സാധാരണ എല്ലാവരും വരുന്ന പോലെ തന്നെ പാസ്പോർട്ടും വീട്ടു വന്നെന്ന് അറിയാലോ, അതേപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏത് വഴി വന്നത്? സാധാരണ എല്ലാവരും ബോംബെ വഴിയാണ് പണ്ടുള്ള. ബോംബെയിലായിരുന്നു മെഡിക്കല്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. തിരുവനന്തപുരത്ത് പണ്ട് ഗൾഫ് ഫെയറിന് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും പുതിയ ഐഡിയാസ് എന്തെങ്കിലും മനസ്സിലുണ്ടോ? എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം? നമ്മളിപ്പോ എന്താ പറയാ, ചെയ്തെടുത്തോളം വളരെ സക്സസ് ആണ്. പ്രിന്റിംഗ് മേഖല തന്നെ ഏകദേശം
48 സ്റ്റാഫ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് 3 കമ്പനിയായിട്ട് പ്രിന്റിങ്ങിന് മാത്രം പ്രിന്റ് ആൻഡ് സൈൻ ടെക് എന്ന പേരിലും ഹെൽപ്പ് ലൈൻ. ഇപ്പൊ ഹെൽപ്പ് ലൈനാണ് ഞാൻ ആദ്യം തുടങ്ങിയത്, 2008 തുടങ്ങിയത്. ആ കമ്പനി ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിനുശേഷം പ്രിന്റ് ആൻഡ് സൈൻ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് വെറും ഓഫ്സെറ്റ് മാത്രമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ അൽവാൻ ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് ഓൺലി ഫോർ സൈൻ ബോർഡ്. ഇങ്ങനെ ഈ 3 സംഗതിയായിട്ട് കുറച്ചു കാലം ഇതായി. പിന്നെ കൊറോണ, പിന്നെ അതേപോലെ ബ്ലോക്കേഡ് ഒക്കെ വന്ന സമയത്ത് പ്രിന്റ് ആൻഡ് സൈൻ ടെക് ഞാൻ അത് ബ്ലോക്കേഡ് വരുന്ന തൊട്ട് മുമ്പായിട്ട് കുറച്ച് നല്ല വില കിട്ടിയപ്പോൾ സ്റ്റാഫിനടക്കുന്നവർക്ക് കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ബാധ്യത വന്നില്ല. നല്ലൊരു സമയത്താണ് കൊടുത്തത്. നേരെ മറിച്ച് അൽവാനിൽ നമുക്ക് ഇതേപോലെ ഈ ബ്ലോക്കേഡ് സമയത്ത് പിന്നെ അതിന് ശേഷം ബ്ലോക്കേഡിൽ കുറേ നഷ്ടങ്ങൾ പറ്റി. നടത്തി കൊണ്ടുപോകുമ്പോൾ ഉള്ള നഷ്ടങ്ങളുണ്ടല്ലോ. പിന്നീട് ഈ ഇത് കൊറോണ കൂടി വന്നപ്പോൾ അത് ക്ലോസ് ചെയ്യുക ചെയ്തത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് അപ്പൊ ബിസിനസ്സിൽ ജയവും പരാജയവും ഒക്കെ അറിയിട്ടുണ്ടെന്ന് അർത്ഥം. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ നമുക്ക് ഇപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഒരു ലൈസൻസിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് മൊത്തം? ഇപ്പൊ കുറവേ ഉള്ളൂ. ഇപ്പൊ 8 പേരേ ഉള്ളൂ. 8 പേര് സ്റ്റാഫ്. ഒക്കെ മലയാളീസ് ആണ്? അതെ, ഓൾമോസ്റ്റ്. മറ്റുണ്ട് പിന്നെ അവിടെ പ്രൊഡക്ഷനിൽ ശ്രീലങ്കക്കാരുണ്ട്. മറ്റേ മെയിനായിട്ടുള്ളത് ഡിസൈനേഴ്സും ഇവരൊക്കെ അക്കൗണ്ട്സ് ഇതൊക്കെ മലയാളികളാണ്. ഈ രംഗത്ത്, ഈ പ്രിന്റിംഗ് പ്രസ് രംഗത്ത് ഇനി പുതുതായിട്ട് എന്തെങ്കിലും മനസ്സിൽ വല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെട്ടെന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ഇതറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാന്നുള്ള തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടിലെവിടെയാണ്? നാട്ടില് പൊന്നാനി അടുത്ത് മാറഞ്ചേരി. വാപ്പയുടെ പേര്? എൻ്റെ ഉപ്പയുടെ പേര് അബ്ദുട്ടി. അബ്ദുട്ടി എന്തായിരുന്നു? ഇപ്പോൾ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 25 വർഷത്തോളം ഖത്തറിലുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ഉണ്ട്, ഇവിടെ ഉണ്ട്. എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. ഉമ്മന്റെ പേര് ഷഹീദ. അപ്പൊ നിങ്ങൾ എത്ര മക്കളാണ്? ശരിക്കും 5 പേരുണ്ട്. 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതില് എൻ്റെ ഉമ്മയുടെ ഇതിലുള്ളത് 3 പേര്, മറ്റേ ഇതില് 2 പേര്, അങ്ങനെ 5 പേര്. പഠിച്ചതൊക്കെ സ്കൂൾ പഠനം? അത് മാറഞ്ചേരി തന്നെ, മാറഞ്ചേരി ഗവൺമെന്റ് സ്കൂൾ. ഡിഗ്രി വരെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ITക്ക് വേണ്ടി കാസർഗോഡ് പോയി. കാസർഗോഡ് ഗവൺമെന്റ് ITയിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ 93 ITI കഴിഞ്ഞു. പിന്നെ 94 ഞാൻ ഖത്തറിലേക്ക് വരികയും ചെയ്തു. ഈ രംഗത്ത് എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആരാകണം എന്ന് ആഗ്രഹിച്ചത്? IT ഓട്ടോമൊബൈൽ പാസ്സായിട്ട് അങ്ങനെ ഓട്ടോമൊബൈൽ മേഖലയിലേക്കുള്ള ജോലിയായിട്ടാണ് ഇവിടെ വന്നതും. അങ്ങനെ തിരയാന്നുള്ള എനിക്ക് ഫ്രീസിലാണ് വന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ പല വർക്ക്ഷോപ്പിലും ഗാരേജിലൊക്കെ പോയി നോക്കി. അപ്പോൾ നമുക്ക് ആയിട്ടുള്ള ജോലിയുടെ ഇട്ടാണ്ട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നീടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്ക് കമ്പ്യൂട്ടർ പഠിച്ചതും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും അങ്ങനെയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്. അത് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ശരിക്കൊക്കെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സാലറി ഫിക്സ് ചെയ്തത് 1500 റിയാൽ സാലറി ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു ഒരു വർഷത്തെ ഡാറ്റ മൊത്തം കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യാനാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ മന്ത്ലി സാലറിയും പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു ഇത് നിങ്ങൾ പിന്നെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ. നമ്മളിത് 3 മാസം ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4500 പാക്കേജായിട്ട് തന്നു. അതല്ല നമുക്ക് മാസമായിട്ട് ഇതാവുകയാണെങ്കിൽ മന്ത്ലി സാലറി 1500 വെച്ചിട്ട് അങ്ങനെ 2 ഓപ്ഷനെ തന്നത്. ഏതുവേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു, ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കൊട്ടി ഇതാക്കാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഇതായിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് 1 മാസം 1 ആഴ്ച എടുത്തുള്ളൂ ഈ സംഭവം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് അവർക്ക് കൊടുത്തു. സംഭവം ഡാറ്റ ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കഴിയുമല്ലോ, വെരിഫൈ ചെയ്തിട്ടാണ് അവർ നമ്മളെ സാലറി സെറ്റിൽ ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് എൻ്റെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒരു ഡ്രൈവറായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. ഞാൻ ഓട്ടോമൊബൈലാണ്. സ്പെയർ പാർട്സ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ അടുത്തേക്ക് പറഞ്ഞു. അപ്പോൾ ആൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ആളവിടെ സ്പെയർ പാർട്സിൽ സെയിൽസ്മാനായിട്ട് നമ്മളെ സെലക്ട് ചെയ്തു. അങ്ങനെ ആ ഇതിൽ ഏകദേശം കമ്പനിയിൽ നല്ല ഇതിൽ നമ്മൾ ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന സമയത്ത് തിരുവല്ലയിലുള്ളൊരു ആളുണ്ടായിരുന്നു, റെജി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് അവിടെ സെയിൽസ്മാനായിട്ട് അപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആള് എനിക്ക് എന്താ പറയുക A to Z കാര്യങ്ങൾ അവിടുത്തെ പഠിപ്പിച്ചു തന്നു. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള വരില്ല, തിയറിറ്റിക്കലായിട്ട് വരില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്താണെന്നുള്ളത് പുള്ളി നമുക്ക് A to Z കാര്യങ്ങൾ അതിൻ്റെ കാണിച്ചു തന്നു. ആളിപ്പോൾ ലണ്ടനിലാണ്. അതേപോലെ റെജി. പിന്നെ ആളിപ്പോൾ കുടുംബസമേതം ലണ്ടനിലാണ്, UK പിന്നെ ഒരു പാകിസ്ഥാനി ആയിരുന്നു അതിൻ്റെ അന്നത്തെ സ്പെയർ പാർട്സ് മാനേജർ. അപ്പോൾ ആളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എന്താണെന്ന് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നമുക്ക് അവിടുത്തെ ഇൻവെന്ററി കൺട്രോളറായിട്ട്
ഉള്ള ഇതിലേക്ക് പ്രൊമോഷൻ കിട്ടി. ആ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. 8 മണി മുതൽ 5 മണി വരെ ജോലിയുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വണ്ടിയുണ്ട്, ടൈമുണ്ട്, 5 മണിക്ക് ശേഷം ഫ്രീ. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ നാട്ടുകാരിൽ തന്നെ ഒരു മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മൂപ്പര് ടാക്സി ആയിരുന്നു. മൂപ്പരുടെ ഒരു കൂട്ടുകാരനെ എനിക്ക് കണക്ട് ചെയ്ത് തരാണ്. അവര് പ്രിന്റിങ്ങിന്റെ ഫീൽഡിൽ ഇങ്ങനെ ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ അവർക്കൊരു ഡ്രൈവർ വേണം. അങ്ങനെയാണ് ഞാൻ ആ ജോലി പാർട്ട് ടൈമായിട്ട് ഏറ്റെടുക്കുന്നത്. 5 മണിക്ക് ശേഷം അങ്ങനെയാണ് പ്രിന്റിങ് മേഖലയിലേക്ക് വരുന്നത്. ഈ മൊയ്തീൻകുട്ടി എന്ന് പറഞ്ഞിട്ട് മൂപ്പരിപ്പോൾ ഇവിടെ 2 പ്രസ് ഉണ്ട് പുള്ളിക്ക്. മൂപ്പരെ കൂടെ പോകും, മൂപ്പര് കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുന്നതായിട്ട് കണ്ട് അങ്ങനെ പഠിച്ചു. മൂപ്പരെ കൂടെ നിന്നിട്ട് തന്നെ പഠിച്ചു. അപ്പൊ ചില സമയങ്ങളിൽ മൂപ്പർക്ക് ജോലി ഇല്ലാകുമ്പോൾ ഇറങ്ങാൻ പറ്റില്ല. മൂപ്പര് അപ്പൊ എന്നോട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചു. അങ്ങനെ നമ്മൾ ഒരു ശരിക്ക് നമ്മുടെ ഗുരു മൂപ്പരാന്ന് വേണമെങ്കിൽ പറയാം ഈ മേഖലയിലുള്ള. തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോയത്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്. ഭാര്യയുടെ പേര്? എൻ്റെ ഉമൈബ. ഉമൈബയുടെ സ്ഥലം എവിടെയാണ്? എടപ്പാട് കോലളമ്പ് എന്ന് പറയും. കുട്ടികൾ എത്ര പേര്? 4 പേര്. മൂത്തവന് പിന്നെ ഇപ്പോ BBA LLB. മൂത്തന്റെ റൌഫ്, അബ്ദുൾ റൌഫ്. രണ്ടാമത്തെ മോളാണ് ഹിബ. എന്ത് ചെയ്യുന്നു? BBA. മൂന്നാമത്തെ 9ല്. ഉള്ള പേര്? അബ്ദുൾ റാസിഖ്. 9ൽ പഠിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് ഇവിടെ ആയിരുന്നു. ഈ അധ്യയന വർഷത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും നാട്ടില് ചേർത്ത്. ഇതുവരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇളയാള് 6ല്. അപ്പൊ ഏതായാലും നീണ്ട 25-28 വർഷത്തെ പ്രവാസ ജീവിതം. അതെ. സബലം ഈ യാത്ര ഇവിടെ എത്തി പരിചയപ്പെട്ടു. വളർന്നു വരുന്ന തലമുറക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും? അനുഭവജ്ഞാനം ഒരുപാടുള്ള ആളാണല്ലേ. നമ്മൾ പ്രത്യേകിച്ചായിട്ട് നമ്മളായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വഴികൾ തന്നെ വരും. നമ്മുടെ ദൈവം കണ്ട് പടച്ചു നമുക്ക് തരും. അതിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം. സബലം ഈ യാത്രയിൽ വന്നത് അങ്ങയുടെ കുറച്ച് സമയം അങ്ങയുടെ ജീവിതകഥ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.